കാശിനാഥൻ. രചന അവതരണം മിത്രവിന്ദ. അച്ഛാ എന്ന് ഒരു തേങ്ങലോട് കൂടി ജാനി കാശിയുടെ നെഞ്ചിലേക്ക് വീണു. അച്ഛനും മകളും കരയുന്ന കണ്ടപ്പോൾ എല്ലാവർക്കും സങ്കടമായി. കാശി, ഇങ്ങനെയാണോ മകളെ യാത്ര അയക്കുന്നത്? ഛേ, ഇത് കഷ്ടാണ് കേട്ടോ. അർജുൻ പിന്നിൽ വന്നു നിന്ന് കാശിയെ ആശ്വസിപ്പിച്ചു. ആദ്യം അവന്റെ അച്ഛനുമൊക്കെ ചേർന്ന് അവരെ സമാധാനിപ്പിച്ച ശേഷം ജാനിയെ വണ്ടിയിൽ കയറ്റി. അമ്മയുടെ ജാനി ഇറങ്ങാൻ തുടങ്ങിയതും പാറു അവളുടെ അടുത്തേക്ക് വന്നു. മോളെ, സങ്കടപ്പെടണ്ട. അച്ഛനും അമ്മയും ഒക്കെ വൈകുന്നേരം അവിടേക്ക് എത്താം. അവളുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞുകൊണ്ട് പാറു അല്പം കുനിഞ്ഞ് അവളുടെ മുഖത്തൊരു ഉമ്മ കൊടുത്തു. നേരം കളയണ്ട, പോയിട്ട് വാ കണ്ണ. പാർവതി മാറിയതും വണ്ടിയുടെ ഗ്ലാസ് മെല്ലെ മുകളിലേക്ക് കയറി. ആദ്യം അവളെ അവനോട് ചേർത്തു പിടിച്ചു. എന്റെ കൂടെ വരുന്നത് ഇത്രയ്ക്ക് സങ്കടമാണോ ജാനിക്കുട്ടിക്ക്? കഷ്ടമുണ്ട് കേട്ടോ. തൻ്റെ അരികിലിരുന്ന് ശബ്ദം താഴ്ത്തി അവൻ പറഞ്ഞതും ജാനി കണ്ണീർ തുടച്ചുകൊണ്ട് അവനെ നോക്കി. ഞാൻ എത്ര കാലം കാത്തിരുന്നതാ. എന്നിട്ട് ഇങ്ങനെയൊന്നും കരഞ്ഞു നിലവിളിക്കല്ലോ പ്ലീസ്. പാവം അങ്കിളും ആൻറ്റിയും അവരെത്രത്തോളം സങ്കടപ്പെട്ടു പെണ്ണേ. ശോ, എത്ര ഹാപ്പി ആയിട്ടായിരുന്നു. എന്നിട്ട് ഒടുക്കോ എല്ലാം കുളമാക്കി. അവൻ പറഞ്ഞതും ജാനി അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. എന്നിട്ട് ഒന്നും മിണ്ടാതെ കുറച്ച് സമയമിരുന്നു. വിഷമിക്കണ്ടടോ, ഞാനില്ലേ കൂടെ. അവൻ കുറച്ചുകൂടി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ആദിയുടെ വീട്ടിലെത്തിയപ്പോൾ ഒരു ഉത്സവത്തിനുള്ള ആളുകളാണ് അവിടെ തടിച്ചു കൂടിയിരിക്കുന്നത്. ആദ്യേട്ടാ, ഒരുപാട് ആളുകളുണ്ടല്ലോ. ഞങ്ങളുടേതൊരു വലിയ കുടുംബമാ. റിലേറ്റീവ്സ് ഒക്കെ തന്നെ ഇവിടെയുണ്ട്. എല്ലാവരും നാളത്തെ ഫംഗ്ഷനും കൂടി കഴിഞ്ഞ് പിരിയാനാ. പറഞ്ഞുകൊണ്ട് അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി. പിന്നാലെ ജാനിയും. ഒരു വലിയ ബംഗ്ലാവായിരുന്നു ആദിയുടേത്. 1 ഏക്കറോളം വരുന്ന സ്ഥലത്ത് നിലകൊള്ളുന്ന പടുകൂറ്റൻ ഇരുനില മാളിക. ആ ഏരിയയിൽ മുഴുവനായും പന്തലിട്ടിരിക്കുകയാണ്. ശ്രീലതയും ആദിയുടെ അനുജത്തി സാന്ദ്രയും പിന്നെ വേറെ കുറച്ച് സ്ത്രീജനങ്ങളുമൊക്കെ കല്യാണപ്പെണ്ണിനെയും ചെക്കനെ സ്വീകരിക്കാൻ റെഡിയായി നിൽപ്പുണ്ട്. അവരിരുവരും വീടിന്റെ ഉമ്മർത്ത് വന്നതും ഒരു പെൺകുട്ടി ഇറങ്ങി വന്ന് അവരുടെ കാലുകൾ തുടച്ചു. താലപ്പൊലി ഏന്തിയ ചെറിയ പെൺകുട്ടികൾ വന്നിട്ട് അവരെ സ്വീകരിച്ചു. ശ്രീലത ജാനിയുടെ കയ്യിലേക്ക് നിലവിളക്ക് കൊടുത്തു. ഐശ്വര്യമായിട്ട് കയറി വരൂ മോളെ. ഞങ്ങളുടെ കുടുംബത്തിലെ മഹാലക്ഷ്മിയാണ് നീ. ശ്രീലതയും സാന്ദ്രയും ഒക്കെ ചേർന്ന് അവരെ ഇരുവരെയും അകത്തേക്ക് കൊണ്ടുപോയി. പൂജാമുറിയിൽ നിലവിളക്ക് വെച്ച ശേഷം എല്ലാവരും ചേർന്ന് മന്ത്രങ്ങൾ ജപിച്ച് തൊഴുതു പ്രാർത്ഥിച്ചു. അതിനുശേഷമായിരുന്നു മധുരം കൊടുക്കൽ ചടങ്ങ്. വേണ്ടപ്പെട്ട ആളുകളൊക്കെ പാലട പ്രഥമനാണ് ഇരുവർക്കും കൊടുത്തത്. ആരൊക്കെയോ വന്ന് ജാനിയെ പരിചയപ്പെടുന്നുണ്ട്. ചെറിയച്ഛൻ്റെ മക്കളാണ്, അമ്മാവൻ്റെ മക്കളാണ് എന്നൊക്കെ പറയുന്നുമുണ്ട്. അവൾ പക്ഷേ എല്ലാം തല കുലുക്കുക മാത്രം ചെയ്തുള്ളൂ. സത്യം പറഞ്ഞ ജാനി ആകെ മടുത്തിരുന്നു. അത് മനസ്സിലാക്കിയ ശ്രീലത ജാനിയെ ആദിയുടെ മുറിയിലേക്കാക്കിയിട്ട് വരുവാൻ സാന്ദ്രയെ പറഞ്ഞ് ഏൽപ്പിച്ചു. ആരോ ഫോണിൽ വിളിച്ചതുകൊണ്ട് ആദി വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. എടുത്തി വരൂന്നേ, നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. സാന്ദ്ര കയ്യിൽ പിടിച്ചതും പെട്ടെന്ന് ജാനി എഴുന്നേറ്റു. നല്ലോണം മടുത്തു അല്ലേ എടുത്തി? അതിരാവിലെ ഉണർന്നുകൊണ്ട് നല്ല ക്ഷീണം. പിന്നെ ഇപ്പം അത്യാവശ്യം ചൂടുണ്ടല്ലോ. ഈ പായസവും സദ്യയും ഒക്കെ കഴിച്ചപ്പോൾ ക്ഷീണം കൂടി. ജാനി സാന്ദ്രയോട് പറഞ്ഞു. ഈ വേഷമൊക്കെ മാറ്റിയിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വാ. അപ്പോഴേക്കും കുറച്ച് ആശ്വാസമാകും. മുകളിലെ നിലയിലായിരുന്നു ആദിയുടെ റൂം. സാന്ദ്രയോടൊപ്പം ജാനിയും അവിടേക്ക് പ്രവേശിച്ചു. ആദ്യേട്ടൻ്റെ ഫേവറേറ്റ് കളറാണിത്. അതുകൊണ്ട് ഏട്ടന് സ്വന്തം റൂം ഇങ്ങനെയാവണമെന്ന് നിർബന്ധം. ഇളം പച്ച നിറമുള്ള ഒരു റൂമായിരുന്നത്. ചുവരുകളും കർട്ടനും ബെഡ്ഷീറ്റും തലയിൽ വിരിച്ചിരിക്കുന്ന പരവതാനിയുമെല്ലാം ഒരേ നിറം. ഒരുപാട് മടുത്ത് ക്ഷീണിച്ചായിരുന്നു ജാനി കയറി വന്നതെങ്കിലും ആ മുറിയിലെത്തിയപ്പോൾ അവൾക്ക് വല്ലാത്തൊരു കുളിർമ. കാരണം അത്രയ്ക്ക് മനോഹരമായിരുന്നത്. സാന്ദ്രയോടൊപ്പം ആദിയുടെ ചെറിയച്ഛൻ്റെ മകൾ പൗർണമിയും കൂടി ജാനിയുടെ ഓർണമെന്റ്സൊക്കെ അഴിച്ചു മാറ്റുവാനായി കയറി വന്നു. ഓർണമെന്റ്സും മുല്ലപ്പൂവും ഒക്കെ അഴിച്ചു മാറ്റിയ ശേഷം സാരിയിലെ സേഫ്റ്റി പിന്നുകൾ കൂടി മാറ്റാമെന്ന് പറഞ്ഞ് സാന്ദ്ര വന്നപ്പോൾ ജാനി അവളെ തടഞ്ഞു. കുഴപ്പമില്ലടാ, അതൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തോളാം. ഇത് കുറേ ഉണ്ടല്ലോ, ഏടത്തേക്ക് ഒറ്റയ്ക്ക് പറ്റുമോ? ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. വേണ്ടടാ, ഞാൻ പതിയെ അഴിച്ചോളാം. നാണാണോ എടുത്തി? സാന്ദ്ര ചോദിച്ചതും ജാനി ചെറുതായി പുഞ്ചിരിച്ചു. ആ സമയത്താണ് ആദി അവിടേക്ക് എത്തിയത്. ഏട്ടൻ വന്നല്ലോ, എങ്കിൽ പിന്നെ ഇനി ഏടത്തി ഏട്ടൻ സഹായിക്കും. വാടി, നമുക്ക് പോകാം. സാന്ദ്ര പൗർണമിയുടെ കയ്യിൽ പിടിച്ചു.
ആദിക്ക് പെട്ടെന്ന് കാര്യങ്ങളൊന്നും പിടികിട്ടിയില്ല. എൻ്റെ ഏട്ടാ, ഈ സേഫ്റ്റി പിൻ അഴിച്ചു മാറ്റാൻ പോലും ഏടത്തി നിന്നു തരില്ല. ഭയങ്കര നാണാണ് ഏടത്തിക്ക്. ഒറ്റയ്ക്ക് ചെയ്തോളെന്നാ പറയുന്നത്. ഇനിയിപ്പോ സാരമില്ല, ഏട്ടനല്ലേ, ഒന്ന് ഹെൽപ്പ് ചെയ്യ. പറഞ്ഞുകൊണ്ട് പെൺകുട്ടികൾ രണ്ടാളും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആദ്യം ചെന്നിട്ട് ഡോർ ലോക്ക് ചെയ്തു. ഇട്ടിരുന്ന കുർത്ത അവൻ അഴിച്ചു മാറ്റാൻ തുടങ്ങിയതും ജാനി മുഖം തിരിച്ചു നിന്നു. അത് കണ്ടപ്പോൾ ആദിക്ക് ചിരി പൊട്ടി. ഈ പെണ്ണേ, ഇപ്പൊ ഇങ്ങനെ മുഖം തിരിച്ചാലേ വലിയ പാടായിരിക്കും കേട്ടോ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ജാനിയുടെ മുഖം പിടിച്ച് മേൽപോട്ട് ഉയർത്തിയ ശേഷം അവൻ സാവധാനം പറഞ്ഞു. ഒരു പിടച്ചിലോടെ അവൾ അവനെ നോക്കിയപ്പോൾ എന്താണെന്ന ഭാവത്തിൽ ആദ്യ പുരുകമുയർത്തി. അവന്റെ അടുത്തേക്ക് അവൻ അല്പം കൂടി അടുത്തു വന്നപ്പോൾ അവന്റെ നഗ്നമായ നെഞ്ചിലെ രോമത്തിലേക്ക് അവൾ മിഴികൾ നട്ടു. എന്നിട്ട് പെട്ടെന്ന് ദൃഷ്ടി മാറ്റി. ജാനിക്കുട്ടിയെ, ഇതൊക്കെ മാറ്റാൻ ചേട്ടൻ ഹെൽപ്പ് ചെയ്യട്ടെ. അവളുടെ കവിളിലേക്ക് ആദ്യം മുഖം അടുപ്പിച്ചപ്പോൾ ജാനി വിറച്ചു. അവളുടെ വിയർപ്പിന്റെയും ഒപ്പം അഴിഞ്ഞു കിടക്കുന്ന ആ മുടിയിഴകളിലെ മുല്ലപ്പൂവിന്റെയും സുഗന്ധം, കൂടെ അവളുടെ പെർഫ്യൂം, എല്ലാം ചേർന്ന് അവളിൽ നിന്നും ഉതിർന്നു വരുന്ന സുഗന്ധം, അത് അവനെ മറ്റേതോ ലോകത്തെത്തിച്ചിരുന്നു. ഒന്നാഞ്ഞു പൊളുകിയപ്പോൾ അവൾ തന്റെ നഗ്നമായ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് നിന്നു. ആ നെറുകയിലൊരു മുത്തം കൊടുത്തു. താൻ ചാർത്തിയ കുങ്കുമം പടർന്നു കിടക്കുന്നുണ്ട് പെണ്ണിന്റെ നെറുകയിലും നെറ്റിയിലും ഒക്കെയായിട്ട്. അവൻ തന്റെ മുഖം താഴ്ത്തി. കടിച്ചു തിന്നാൻ തോന്നുന്നുണ്ട് പെണ്ണെ, ആകെ കൺട്രോൾ മൊത്തം പോയിരിക്കുവാ. അവൻ പറഞ്ഞതും ജാനി അവനിൽ നിന്ന് അകന്നു മാറി. ആദ്യേട്ടാ, എനിക്ക് ഡ്രസ്സൊന്ന് മാറണം, ഒന്ന് പുറത്തേക്ക് പോ. അപ്പോഴേക്കും ആരോ വാതിലിൽ തട്ടി. ജാനിയോട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയിക്കൊള്ളാൻ ആദ്യ പറഞ്ഞു. അവൾ പെട്ടെന്ന് തന്നെ അവിടേക്ക് കയറിപ്പോയി ഡോർ ലോക്ക് ചെയ്തു. ഏട്ടാ, ഏട്ടൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, ഒരു രോഹിത്തും വൈഫും. സാന്ദ്ര വന്നു പറഞ്ഞു. എടാ, ഒരു 5 മിനിറ്റ്. ജാനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുവാ, അവരോട് വെയിറ്റ് ചെയ്യാൻ പറ, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. ഓക്കെ ഏട്ടാ. സാന്ദ്ര വീണ്ടും താഴേക്ക് ഇറങ്ങിപ്പോയി. ജാനി, അവൻ ഡോറിൽ ചെന്ന് കൊട്ടി. എന്താ ആദി, എൻ്റെ ഹെൽപ്പ് വേണോ? വേണ്ട, ഞാൻ മാറിക്കോളാം. ഓക്കേടാ, ഞാനൊന്ന് കുളിക്കട്ടെ, എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. തനിക്ക് ഡ്രസ്സൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ശരി ഏട്ടാ. ആദ്യം കുളിച്ചിറങ്ങി വന്നപ്പോൾ ജാനി വേഷമൊക്കെ മാറ്റി ഒരു ടോപ്പും പലാസോ പാൻറ്റും ഇട്ടുകൊണ്ട് നിൽപ്പുണ്ട്. എനിക്കൊന്ന് കുളിക്കണമായിരുന്നു ആദ്യേട്ടാ. എടാ, എൻ്റെ ഒരു ഫ്രണ്ടും വൈഫുമാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് അവരെ ഒന്ന് കണ്ടിട്ട് വന്ന് കുളിച്ചാൽ പോരെ? അവർക്കിന്ന് വൈകിട്ട് മുംബൈക്ക് പോകണം. ആദ്യം പറഞ്ഞതും അവൾ സമ്മതിച്ചു. ഇരുവരും കൂടി ഇറങ്ങി വന്നപ്പോൾ ആദിയുടെ ഫ്രണ്ടും വൈഫും വിസിറ്റിംഗ് റൂമിലുണ്ട്. ജാനിയെ അവർക്കൊക്കെ അവൻ പരിചയപ്പെടുത്തി കൊടുത്തു. ചായയും സ്നാക്സും ഒക്കെ കഴിച്ച ശേഷം അവർ വൈകാതെ ഇറങ്ങുകയും ചെയ്തു. ജാനി, ഇനി ഇപ്പൊ കുളിക്കണ്ട, രാത്രി ഞാൻ കുളിപ്പിക്കാം കേട്ടോ. ആദ്യ ശബ്ദം താഴ്ത്തി പറഞ്ഞതും അവൾ കലിപ്പിച്ചെന്ന് അവനെ നോക്കി. ഏകദേശം 5:30 മണിയായപ്പോൾ കാശിയും പാർവതിയും ഒക്കെ എത്തി. മകളുടെ അരികിൽ അവരെ കണ്ടപ്പോഴാണ് ജാനിക്ക് സമാധാനമായത്. ആദിയുടെ വീട്ടുകാർ വളരെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരെയും സ്വീകരിച്ചത്. മീനാക്ഷിയും കൈലാസുമൊക്കെ വന്നിട്ട് പെട്ടെന്ന് തിരിച്ചുപോയി. കാരണം അവർക്ക് നാളെ കാലത്തെ തിരിച്ചു പോകണം. അർജുനും കല്ലുവും വന്നിട്ടുണ്ട്. ഭഗത്തിനും ഓൺലൈനായിട്ട് എന്തോ മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് അവനും വന്നില്ല. അമ്മയും അച്ഛനെയും കൂട്ടി ജാനി അതിലെയൊക്കെ നടന്നു. വീടും പരിസരവും ഒക്കെ ചുറ്റി കാണിച്ചുകൊണ്ട് ആദിയും അവൻ്റെ അനുജത്തെയും ഒപ്പമുണ്ടായിരുന്നു. ശരിക്കു പറഞ്ഞാൽ ജാനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ആ സായം സന്ധ്യ. അവൾക്കേറെ പ്രിയങ്കരമായ നിരവധി പൂക്കളുകൾ നിറഞ്ഞ ഒരു പൂന്തോട്ടമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വശത്തായി ഒരാമ്പൽപ്പൊയ്കയും അതിൽ കുറച്ച് മീനുകളും ഒക്കെയുണ്ട്. അവൾ വെറുതെ കൈ ചേർത്ത് വെച്ചപ്പോൾ കുറച്ച് മീനുകൾ വന്നിട്ട് അവളുടെ വിരലുകളിൽ തഴുകി തലോടി. ഒരു നെല്ലിമരം കായ്ച്ചു കിടപ്പുണ്ട്. അതിൽ നിറയെ പലവിധം പക്ഷികൾ വന്നിരിക്കുന്നു. അവയുടെ കലുവിലെ ബഹളം കണ്ടപ്പോൾ ജാനിയും പാർവതിയും കൂടി അത് നോക്കി. നെല്ലിക്കായ കൊത്തിത്തിന്നാനാണ് ഈ ഒച്ചപ്പാട്, ഇവറ്റോക്ക് വല്ല ഇഷ്ടാ? ആദി പറഞ്ഞു. മോൾക്ക് ഇവിടൊക്കെ ഇഷ്ടായോ? കാശി ചോദിച്ചു. ഒരുപാട് ഇഷ്ടായി. ഏറ്റവും ഇഷ്ടം ഈ ഗാർഡനാണ്. അവളുടെ ആ സന്തോഷം പുഞ്ചിരിയിൽ വ്യക്തമായിരുന്നു. രാത്രിയിൽ ഡിന്നർ കഴിപ്പിച്ച ശേഷമാണ് ജാനിയുടെ കുടുംബക്കാരെയെല്ലാം ആദിയുടെ അച്ഛനും അമ്മയും പറഞ്ഞയച്ചത്. നിറമിഴികളോടെ വിവാഹം കഴിഞ്ഞ് യാത്രയായവൾ ഇപ്പൊ കാശിയും പാർവതിയും പോകാനിറങ്ങിയപ്പോൾ ആദിയും അവന്റെ അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് സന്തോഷത്തോടു കൂടിയാണ് അവരെ യാത്രയാക്കിയത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം
ഏറ്റവും ഭംഗിയായി നമ്മുടെ മകൾക്ക് കിട്ടാവുന്നത് വെച്ച് ഏറ്റവും അനുയോജ്യനായ ഒരു പയ്യനെ കൊണ്ട് തന്നെ അങ്ങനെ ആ വിവാഹം നടത്തി അല്ലേട്ടാ. തിരികെ മടങ്ങുമ്പോൾ പാർവതി കാശിയോട് ചോദിച്ചു. 100% എനിക്ക് വിശ്വാസമുണ്ട് ആദ്യം അവന്റെ വീട്ടുകാരും നമ്മുടെ മോൾക്ക് യാതൊരു കുറവും വരുത്തില്ലെന്നുള്ളത്. അവരവളെ പൊന്നുപോലെ നോക്കും, എനിക്കുറപ്പാ. പിന്നെയെല്ലാം ഈശ്വരന്റെ നിശ്ചയം. പരീക്ഷണങ്ങളൊന്നും ഏൽപ്പിക്കാതെ ഇനിയുള്ള കാലം സന്തോഷത്തോടു കൂടി അവർ രണ്ടാളും കഴിയണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അതേ ഏട്ടാ, ഏട്ടൻ പറഞ്ഞത് സത്യമാ. ഞാനും ഭഗവാനോട് ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ആ, പിന്നെയും വന്നിട്ടും പോയിട്ടും നമ്മൾ രണ്ടുപേരും ബാക്കി അല്ലേ പാറു? കാശി ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് പാർവതിയുടെ മുഖത്തേക്ക് നോക്കി. അല്ലാതെ പിന്നെ ആകെക്കൂടി ഒരു മോളല്ലേ ഉള്ളൂ. ഒരു മോനുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവന്റെ കല്യാണമൊക്കെ കഴിയുമ്പോൾ പിന്നെ അവനൊരു കുട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കും സന്തോഷിക്കായിരുന്നു. ഇനിയിപ്പോ മകന്റെ സ്ഥാനത്ത് ഭഗത്തല്ലേ ഉള്ളത്. അവനാണെങ്കിലേ ചെറിയൊരു കുറുമ്പൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. കുറുമ്പോ? എന്തു കുറുമ്പ്? കാശിക്ക് കാര്യമൊന്നും പിടികിട്ടിയില്ല. മിക്കവാറും ഉടനെ തന്നെ ഒരു പന്തലൂടെ ഇടേണ്ടി വരുവേട്ടാ. അത് ശരി, അപ്പൊ അത്രത്തോളമായി കാര്യങ്ങളൊക്കെ അല്ലേ? ആട്ടെ, ആരാണ് കക്ഷി? കക്ഷിയൊക്കെ അവൻ സർപ്രൈസായിട്ട് വെച്ചിരിക്കുവാ. എന്നോട് പറഞ്ഞത് തന്നെ ഞാനും അവനും ജാനിയുമല്ലാതെ മറ്റാരും ഈ വിവരം ഇപ്പോൾ അറിയരുതെന്നാ. ഓഹോ, അത് ശരി. എന്നാ പിന്നെ അതറിഞ്ഞിട്ട് തന്നെ കാര്യം. പറഞ്ഞുകൊണ്ട് കാശിനാഥൻ വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തി. എന്തു വൃത്തികേടാ കാശേട്ടായി കാണിക്കുന്നത്. വണ്ടി എടുക്ക്. ആരാണ് ആളെന്ന് പറ, എന്നിട്ട് വണ്ടി എടുക്കാം. ആള് നമ്മുടെ കൂടെ തന്നെയുണ്ട്. പിന്നെ ഫാമിലിയിൽ എല്ലാവരുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, നമ്മുടെ ആദിയേയും ജാനിയും പോലെ തന്നെയാണ് ഭഗത്തും അവൻ കണ്ടുപിടിച്ച പെൺകുട്ടിയും. ആരാ, മീനാക്ഷിയാണോ? കാശ് ചോദിച്ചതും പാറു അതേന്ന് തലകുലുക്കി. എങ്ങനെ മനസ്സിലായി ഏട്ടാ? തോന്നി, അതുകൊണ്ടാ. പക്ഷെ പാറു, കൈലാസും പ്രിയയും അവർക്ക് ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ട് പാറു. അതുപോലെ അർജുനും കല്ലുവുമൊക്കെ. കുട്ടികളുടെ ഇഷ്ടമൊക്കെ നടക്കണമെന്നുണ്ടോ? മീനൂട്ടിക്കിഷ്ടാ, അതിനേക്കാൾ ഉപരി അവനും. സോ എനിക്ക് കൂടുതലൊന്നും അറിയില്ല. നോക്കാം ഏട്ടാ. ഇതിനിടയ്ക്ക് അവൻ, ഇങ്ങനൊരു ചെറുക്കൻ. കാശി വണ്ടി മുന്നോട്ടെടുത്തുകൊണ്ട് പാറുവിനോട് പറഞ്ഞു. അർജുൻ മോശമല്ലായിരുന്നല്ലോ, അവന്റെ അല്ലേ വിത്ത്. നിന്ന് നിൽപ്പിൽ കല്ലുവിനെ ഇഷാവരപ്പിച്ച പാർട്ടിയല്ലേ. അതും പറഞ്ഞുകൊണ്ട് പാറുവും ചിരിച്ചു. ഈ സമയത്ത് ഭഗത്താണെങ്കിൽ മീനാക്ഷിയെ ഫോണിൽ വിളിക്കുകയാണ്. ജാനിയായിരുന്നു നമ്പർ കൊടുത്തത്. ചേട്ടാ, ഞാനും അച്ഛനും കാലത്തെ പോകും, അതുകൊണ്ട് ഞാൻ നേരത്തെ കിടന്നു. അവൾ പതിയെ അവനോട് പറഞ്ഞു. മീനാക്ഷി, എന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി തന്റെ ഭാഗം എങ്ങനെയാണെന്ന് എനിക്കറിയണം. എനിക്ക് ആലോചിക്കണം. പോകും മുന്നേ പറയാം, പോരെ? മതി. റിപ്ലൈ പോസിറ്റീവ് ആകണമെന്ന് മാത്രം. ഞാൻ വയ്ക്കുവാ, അച്ഛമ്മ വിളിക്കുന്നുണ്ട്. ആ, ഓക്കെ. ഭഗത്ത് ഫോൺ കട്ട് ചെയ്തു. ശുഭപ്രതീക്ഷയോടെ അവൻ കാത്തിരുന്നു. അപ്പോഴും ഒരു നെയ്ത്തിരി നാളം പോലെ അവൾ അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു, ഒളി മങ്ങാതെ. തുടരും.